എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. CSI മധ്യകേരള മഹായിടവക ദൈവശാസ്ത്ര സ്ഥാപനമായ ബിഷപ്പ് മാണി തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സെനറ്റ് ഓഫ് സെറാമ്പൂർ അംഗീകാരമുള്ള ഒരു സ്ഥാപനമാണ്. ഇവിടെ ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സുകളിലായി 150ഓളം പേർ ദൈവശാസ്ത്ര അഭ്യസനം നടത്തുന്നു. BMTIയും മഹായിടവക കമ്മ്യൂണിക്കേഷൻ വിഭാഗമായ സെറാഫീം മീഡിയയും ചേർന്ന് ചാമ്പൽ ബുധൻ മുതൽ ഈസ്റ്റർ ഞായർ വരെ കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും ലെൻടോക്ക് സീസൺ 2 എന്ന പേരിൽ ധ്യാന പരമ്പര ക്രമീകരിക്കാൻ സാധ്യമായി. ധ്യാന ചിന്തകൾ പങ്കുവച്ച മഹായിടവക അധ്യക്ഷനും BMTI ചെയർമാനുമായ അഭിവന്യ മലയിൽ സാബുക്കോശി ചെറിയാൻ ബിഷപ്പ്, മഹായിടവക ഭാരവാഹികൾ, ജില്ലാ ചെയർമാൻമാർ, BMTI അധ്യാപകർ, വിദ്യാർത്ഥികൾ, മറ്റ് അച്ഛന്മാർ, കൊച്ചമ്മമാർ, സിസ്റ്റേഴ്സ്, സഭാ ശുശ്രൂഷകർ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ലെൻടോക്ക് സീസൺ 2 കോർഡിനേറ്റേഴ്സായി പ്രവർത്തിച്ച റവറൻഡ് ഡോക്ടർ ജോൺസൺ പീറ്റർ കുന്നപ്പള്ളി, റവറൻഡ് ലാൽജി എം ഫിലിപ്പ്, സെറാഫീം മീഡിയ ഡയറക്ടർ റവറൻഡ് എബി ജോർജ് ആലക്കോട്ട്, മറ്റ് സെറാഫീം മീഡിയ ടീം മെമ്പേഴ്സ്, കൂടാതെ BMTI പ്രവർത്തനങ്ങൾക്ക് വളരെ കാര്യക്ഷമവും അർത്ഥവത്തുമായ നേതൃത്വം നൽകുന്ന പ്രിൻസിപ്പാൾ റവറൻഡ് ഡോക്ടർ വിജി വർഗീസ് ഈപ്പൻ എന്നിവരോടുള്ള കൃതജ്ഞത നിസ്സീമമാണ്. തുടർന്നും എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് ഹോളി സാറ്റർഡേ, വിശുദ്ധ ശനി. ഇന്നലെയുടെ വലിയ വെള്ളിയാഴ്ചയുടെ ക്രൂശിന്റെ വേദനയും നാളെയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ മഹിമയും തമ്മിലുള്ള ഇടവേള. ക്രൂശിൽ മരിച്ച യേശു കർത്താവിനെ കല്ലറയിൽ അടക്കം ചെയ്തിരിക്കുന്നു. ശിഷ്യന്മാർ ഭയത്തിൽ ഒളിച്ചിരിക്കുന്നു. പ്രത്യാശ തകർന്ന അവസ്ഥ. ഇത് നിരാശയുടെ ദിവസം. എന്നാൽ ദൈവത്തിന്റെ കണ്ണുകളിൽ ഇത് പ്രത്യാശയുടെ നിശബ്ദ ഒരുക്കമായിരുന്നു. മനുഷ്യർക്ക് തോന്നിയത് എല്ലാം അവസാനിച്ചുവെന്നാണ്. ക്രൂശിലെ നിവൃത്തിയായെന്ന വാക്ക് കേട്ടപ്പോൾ ശിഷ്യന്മാരെ സംബന്ധിച്ച് അത് പരാജയത്തിന്റെ മുദ്രയായിരുന്നു. എന്നാൽ ഈ നിശബ്ദ ദിവസം ദൈവം പ്രവർത്തനം നിർത്തിയില്ല. കല്ലറയുടെ നിശബ്ദതയിൽ പോലും ദൈവം രക്ഷയുടെ ചരിത്രം എഴുതുകയാണ്. ശിഷ്യന്മാർക്ക് എല്ലാം നഷ്ടമായതായി തോന്നി. അവരുടെ സ്വപ്നങ്ങൾ ക്രൂശിൽ മരിച്ചിരുന്നു. പത്രോസ് കരഞ്ഞു, തോമസ് സംശയിച്ചു, മറിയ വിലപിച്ചു. പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല, കണ്ണീർ മാത്രം, മൗനം മാത്രം. പക്ഷെ ദൈവത്തിന്റെ മൗനം അവന്റെ അഭാവമല്ല, ഒരു വലിയ അത്ഭുതത്തിന്റെ മുന്നൊരുക്കമാണ്. നമ്മുടെ ജീവിതത്തിലും ഹോളി സാറ്റർഡേയുടെ അനുഭവങ്ങൾ ഉണ്ടാവാറില്ലേ? സേവനത്തിൽ നമുക്ക് നിരാശയുണ്ടാകാം, കുടുംബത്തിൽ വിഷമതകൾ, ശുശ്രൂഷയിൽ ഫലം കാണാത്ത അവസ്ഥ. എന്നാൽ സങ്കീർത്തനം പറയുന്നത് രാത്രിയിൽ കരച്ചിൽ വന്ന് രാപാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം വരും. ഇന്നത്തെ രാത്രിക്ക് ശേഷം ഉയർപ്പ് ഉറപ്പാണ്. കല്ലറ മനുഷ്യന് അവസാനമാണ്, എന്നാൽ ദൈവത്തിന് ഇത് ഇടവേള മാത്രമാണ്. വലിയ കല്ലുകൊണ്ട് അടച്ച കല്ലറയ്ക്കുള്ളിൽ ജീവൻ ഒളിച്ചിരിക്കുന്നു. മരിച്ചുവെന്ന് കരുതിയത് 3-ാം ദിവസം മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ പരാജയം അന്തിമമല്ല, നമ്മുടെ കണ്ണീര് ശാശ്വതമല്ല, നമ്മുടെ വേദന അവസാനമല്ല. ദൈവത്തിന്റെ അവസാന വാക്ക് തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയവും ജീവന്റെ നിറവുമാണ്. ഇന്നത്തെ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാത്തിരിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാനാകാത്ത സമയങ്ങളിലായിരിക്കും. നമ്മുടെ ജീവിതത്തിന്റെ ഇരുളിന്റെ ഇടവേളകൾ ദൈവിക പ്രകാശത്തിന്റെ മുൻപുള്ള പശ്ചാത്തലമാണ്.
കല്ലറയുടെ നിശബ്ദതയ്ക്കപ്പുറം പ്രത്യാശയുടെ ഈസ്റ്റർ ഉറപ്പാണ്. നിരാശയുടെയും വേദനയുടെയും മൗനത്തിൽ പോലും വിശ്വാസം കൈവെടിയാതിരിക്കുവാൻ സാധിക്കട്ടെ. കാരണം ദൈവം ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും മൗനമുള്ള ദിവസമാണ് ഇന്നെന്ന് തോന്നാം. ക്രൂശ് കഴിഞ്ഞ് ഉയർപ്പ് ഇനിയും വന്നിട്ടില്ല. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ മൗനം അന്നത്തെ അധികാര വർഗത്തോടുള്ള വിമർശനമാണ്. കാരണം ക്രൂശീകരണം ഒരു രാഷ്ട്രീയ സംഭവം കൂടിയായിരുന്നു. സാമ്രാജ്യത്വവും മതാധികാര വർഗവും ചേർന്ന് നിർമ്മിച്ച മരണവിധി. ഇന്ന് വായിച്ച വേദഭാഗത്തിൽ നാം കാണുന്നത് ഈ മത നേതൃത്വവും അധികാരവർഗവും ഒന്നിച്ചു ചേർന്ന് വീണ്ടും ഗൂഢാലോചന നടത്തുന്നു. തിന്മയുടെ ഗൂഢാലോചനയിലൂടെ കല്ലറയിലെ മൗനതയ്ക്ക് അവർ ആക്കം കൂട്ടുന്നു. ഇവിടെ മൗനം തന്നെ ഒരു പ്രതിരോധമാണ്. അനീതിയുടെ മുമ്പിൽ ദൈവം നിശബ്ദനാണോ എന്ന് തോന്നുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ പീഡിതരോടൊപ്പം നിൽക്കുകയാണ്. കല്ലറ എന്നത് ഒരു വ്യക്തിയെ അടക്കം ചെയ്ത സ്ഥലം മാത്രമല്ല, അത് സമൂഹം മറക്കുന്നവരുടെ സ്ഥലമാണ്. ഈ മൗനത എല്ലാവരാലും മറക്കപ്പെട്ടവരോടുള്ള കർത്താവിൻ്റെ ഐക്യദാർഢ്യം കൂടിയാണ്. വിമോചനം ശബ്ദമുഖരിതമാകണമെന്നില്ല. ചിലപ്പോൾ അത് മൗനത്തിൽ ഗർഭം ധരിക്കുന്നു. റവല്യൂഷൻ ഈസ് കൺസീവ്ഡ് ഇൻ സൈലൻസ്. പീഡനത്തിൻ്റെയും തിന്മയുടെയും അസമത്വത്തിൻ്റെയും മൗനപ്പെടുത്തലിന്റെ മധ്യ ഉയരുന്ന ചോദ്യം, നാം ഈ മൗനത്തിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ മൗനം അനീതിയുടെ കൂട്ടുകെട്ടിനോടുള്ള സമ്മതമാകുന്നുവോ, അതോ പ്രതിരോധത്തിൻ്റെ ഗർഭമാകുമോ? അനീതിയുടെയും തിന്മയുടെയും ഇന്നിൻ്റെ കല്ലറയിൽ നിശബ്ദമാക്കപ്പെട്ടവരോടൊപ്പം നിൽപ്പാൻ നാം തയ്യാറും. നാളെ ഉയർപ്പാണ്. അത് പ്രതീക്ഷയുടെ വിപ്ലവമാണ്. പുതിയ നീതി വ്യവസ്ഥയുടെ ആരംഭം. ആ ഒരു വ്യവസ്ഥിതിയെ രൂപപ്പെടുത്തുന്ന ക്രിസ്തു ദൗത്യത്തിൽ നമുക്ക് പങ്കുചേരാം. പ്രാർത്ഥിക്കാം. പ്രവർത്തന നിരതനായ ദൈവമേ, ജീവിതത്തിന്റെ നൊമ്പരപ്പെടുത്തുന്ന മൗനതയിലും വിശ്വാസം കൈവെടിയാതെ ഉയർപ്പിന്റെ അനുഭവത്തിലേക്ക് നയിക്കുന്ന ജീവദാതാവിൽ പ്രത്യാശ അർപ്പിക്കുവാൻ സഹായിക്കണമേ. നിശബ്ദതയിലും പ്രവർത്തിക്കുന്ന ദൈവമേ, അടിച്ചമർത്തപ്പെട്ടവരുടെ നിലവിളിയിൽ നിന്റെ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. മൗനത്തെ ഭയക്കാതെ അതിൽ വിമോചനത്തിന്റെ ക്രിസ്താനുഭവത്തെ കാണുവാൻ കൃപ നൽകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ആകാശ കൂട്ടുവാൻ യേശു വരും.